എന്തൊക്കെയാണ് ഈ കാണുന്നത്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അനീഷ് ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്ന അനീഷിന് വീണ്ടും ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനു മുന്നും അനീഷിന് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പല ചാനലുകളിൽ നിന്നും അല്ലാതെയൊക്കെ തന്നെ പല രീതിയിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ അനീഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലെന്താണ് ഒരു പ്രത്യേകത എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ് സംഭവം. അതായത് അനീഷിന് ഈ ഒരു പുരസ്കാര ചടങ്ങിൽ ഈ ഒരു പുരസ്കാരം കൊടുത്ത ആ ഒരു സന്ദർഭത്തിൽ അനുമോൾ അനീഷിനോടൊപ്പം ആ വേദിയിൽ ഉണ്ടായിരുന്നു. അതായത് അനുമോളും കൂടി ചേർന്നാണ് അനീഷിന് ഈ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം അനീഷ് തന്നെ ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ്. അതാണടി സംഭവ വികാസം. എന്തൊക്കെയാണല്ലേ ഇവരെ ചുറ്റിപ്പറ്റി ഈ പറയുന്ന രീതിയിൽ പലരും കുരുപൊട്ടിക്കൽ, അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ അനീഷിന് കിട്ടിയിരിക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് ദ ഇയർ അവാർഡാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡാണ്. അനീഷ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ്, അതിന് താഴെ കുറിച്ചിരിക്കുന്ന ആ ഒരു കുറിപ്പ് ഞാൻ ആദ്യം ഒന്ന് വായിക്കും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദ ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രിയായിട്ടുള്ള പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം അനീഷ്. ഇതായിരുന്നു പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട പോസ്റ്റിന് താഴെ കുറച്ച വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇതില് ശരിക്കും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനീഷും അനുമോളും വീണ്ടും ഒന്നിച്ച് ഒരു വേദിയിൽ കാണാൻ ഇടയായിരിക്കുന്നു. പക്ഷെ ഇതിലും കുറെ പേര് കുരുപൊട്ടിക്കുന്ന തരത്തിൽ പല തരത്തിലുമുള്ള കാര്യങ്ങൾ അനീഷിന്റെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ കാണാൻ ഇടയായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ലടേ, അതായത് അനീഷ് അനുമോളെ അപമാനിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അനീഷിന് അവാർഡ് കൊടുത്ത് ആ ഒരു ഇത്, അതായത് സ്റ്റാർ ഓഫ് ദ ഇയർ അവാർഡ് അനീഷിന് വീണ്ടും ചറപ്പറ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനുമോൾക്ക് പോലും ഇങ്ങനെ അവാർഡുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കൂടുതൽ അവാർഡുകൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ചിലപ്പോൾ അനീഷ് ആയിരിക്കാം. കാരണം ഇങ്ങനെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോരോ അവാർഡുകൾ. എന്നാൽ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് അനുമോളാണ് ഈ പറയുന്ന രീതിയിൽ ആ ഒരു വേദിയിൽ അനീഷിനോടൊപ്പം ഇപ്പോൾ പ്രിയങ്കയ്ക്കൊപ്പം ഈ ഒരു പുരസ്കാരം നൽകുന്നതിൽ കൂടെ നിന്നതെന്ന് പറയുന്നത്. എന്തായാലും അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലും പലർക്കും അങ്ങോട്ട് സ്പിക്കുന്നില്ല എങ്കിലും അത് പോട്ടെ. പക്ഷെ അതിൽ തന്നെ അനീഷ് കുറിച്ച ഈ വാക്കുകളിൽ പോലും ചിലരൊക്കെ തന്നെ ചില രീതിയിൽ കുരു പൊട്ടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അനീഷ് എഴുതി ചേർത്ത കാര്യത്തിൽ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും അതോടൊപ്പം തന്നെ അനുമോളെ കുറിച്ച് പറഞ്ഞാണ് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത് എന്നുള്ള തരത്തിൽ അനീഷ് അതിൽ പറഞ്ഞു. പക്ഷെ ഇത് പിടിക്കാത്ത, ഇത് ബോധിക്കാത്ത ചിലര് കുരുപൊട്ടിക്കുന്നുണ്ട്. എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. അതായത് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അനുമോള് ബിഗ് ബോസ് വിന്നറാണ് എന്നുള്ളത് അനീഷ് എഴുതിയില്ല, എന്തിനാണ് ടെലിവിഷൻ അതോടൊപ്പം തന്നെ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോൾ എന്നതിൽ വച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ തന്നെ അനീഷിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ട്. എടി എന്തോന്നണ്ടേ ഇത്? ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ടെലിവിഷൻ കോമഡി എന്ന് പരിപാടികൾ എന്ന് പറയുമ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. ആ പരിപാടികൾ തന്നെയാണല്ലോ അനുമോള് തുടർന്നും മുന്നോട്ട് പോകുന്നത്. ഇതിന് മുന്നും അനുമോള് ഉണ്ടായിരുന്നത്. സ്റ്റാർ മാജിക് എന്ന പരിപാടി എന്ന് പറയുന്നത് ടെലിവിഷൻ കോമഡി പരിപാടിയല്ലേ അത്? അതോടൊപ്പം തന്നെ അനുമോള് സീരിയല് കാര്യങ്ങളും ടെലിവിഷൻ പ്രോഗ്രാമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലേ അനുമോള് മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ പ്രോഗ്രാം അല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ബിഗ് ബോസ് വിന്നർ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു തരത്തിലൊക്കെ തന്നെ അതിനെ വ്യാഖ്യാനിച്ചെടുത്തുകൊണ്ട് അനീഷ് അത് മനഃപൂർവ്വം ഇട്ടതാണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെയുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി അനീഷ് അത് മനഃപൂർവ്വം ഇട്ടതാണോ, ഇനി അനുമോളെ അപമാനിക്കാനായിട്ട് ഇട്ടതാണോ, ഇനി അനുമോളോട് അസൂയ പൂണ്ടിട്ടതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവമാണ് അനീഷ് അത് കുറിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനെ പൊക്കി പിടിച്ചുകൊണ്ട് കുറെ എണ്ണം ചൂട്ടും പൊക്കിക്കൊണ്ട് അനീഷിന്റെ കമന്റ് ബോക്സിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എടേ നിനക്കൊക്കെ വേറെ ഒരു ചൊരപ്പില്ലേടേ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. എടി കളയടേ, അങ്ങേക്ക് ഒരു അവാർഡ് കിട്ടി, അനുമോൾ അതിൽ പങ്കെടുത്തു, അനുമോൾ ഈ പറയുന്ന രീതിയിൽ ആ അവാർഡ് ആ പുരസ്കാരം അനീഷിന് കൊടുക്കുന്ന കാര്യങ്ങൾ മാറി.
അവരുടെ കാര്യം അവർ നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്, വേറെ കുഴപ്പമോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പോഴും ചില PR മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഇപ്പോഴും ഇങ്ങനെ പറയ മണത്ത് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കേൾക്കുമ്പോഴത്തേക്കും എന്താടേ ഇതൊക്കെ അങ്ങനെ. അതുകൊണ്ടാണ് ഈ പറയുന്ന കുറെ എണ്ണം കമന്റ് ബോക്സിൽ വന്ന് കുരുപൊട്ടിക്കുന്ന തരത്തിലോട്ട് ചിലരൊക്കെ തന്നെ മാറിയതിന് അങ്ങനെ പരാതി സൈബർ സെല്ലിൽ കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഈ അതിൻ്റെ അകത്ത് ഈ അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരുന്നുണ്ടെങ്കിൽ പോലും അങ്ങ് അധികമായി ഓവറായി റിയാക്ട് ചെയ്യാനായിട്ട് ചിലരൊന്നും തന്നെ മുതിരുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കമന്റ് സെക്ഷനിൽ വായിക്കാൻ ഇടയായാൽ. ഇതുവരെയായിട്ട് ആ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ കമന്റുകളും വായിച്ചില്ല, എന്നാൽ പോലും അതിൻ്റെ അകത്ത് പല കമന്റുകളും അനീഷ് അങ്ങനെ ചെയ്തു, അനീഷ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വിടടേ എങ്ങോട്ട് അങ്ങനെ ചിലപ്പോൾ ഒന്നും ഉദ്ദേശിച്ച് കാണത്തില്ല. അങ്ങനെ പറഞ്ഞ കാര്യം ശരിയായിട്ടുള്ള കാര്യമല്ലേ. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകൾ അനിമോളുടെ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതാണല്ലോ. ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ 7 വിന്നർ എന്ന് പറയാനായിട്ട് ഈ ബിഗ് ബോസിൽ വരുന്നത് തന്നെ ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തിയ അത് തന്നെയാണ് എല്ലാമെന്ന് വെക്കാനല്ല. അതിലൂടെ അവർക്ക് കുറച്ച് പ്രോഗ്രാംസും അതോടൊപ്പം തന്നെ ടെലിവിഷൻ സിനിമ രംഗത്തൊക്കെ തന്നെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്ന് പങ്കെടുക്കുന്നത് തന്നെ. അല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന കപ്പ് പൊക്കിക്കൊണ്ട് അവർക്ക് അത് വെച്ചുകൊണ്ട് അങ്ങ് എന്തോ വലിയ സംഭവമായി മാറാ എന്നുള്ളതല്ല. അതിൽ വന്ന് കുറച്ചുകൂടി പോപ്പുലാരിറ്റി കൂടി ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ നിന്നും കുറച്ചുകൂടി പ്രോഗ്രാമുകൾ കൂടി ഈ പറയുന്ന രീതിയിൽ പല മേഖലയിലോട്ടും കടക്കാനായിട്ടുള്ള ഒരു അവസരം മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് യൂട്ടിലൈസ് ചെയ്യുന്ന അത് ആ ഒരു തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ചിലപ്പോൾ അത് ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും തന്നെ ഉണ്ടാകത്തില്ലാത്ത കണക്ക് കാര്യങ്ങൾ മാറും. കാരണം നമ്മൾ കുറേ സീസണുകൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു രീതി കാണേണ്ടതല്ലേ ഉള്ളൂ. അനീഷ് അതിൻ്റെ അത് പ്രത്യേകിച്ച് അനുമോളെ കുറിച്ച് കുറ്റമോ കുറവോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് കുറെ എണ്ണം ഗുരുപൊട്ടിക്കാനായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പരമ കഷ്ടമാണ് തോന്നുന്നതെന്ന് പറയുന്നത്. അതൊക്കെ വിടുക, അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ അനുമോക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അനീഷിന് ഈ പുരസ്കാരം കൊടുക്കാനായിട്ട് അനുമോൾ തയ്യാറാവത്തില്ലായിരുന്നല്ലോ. അനുമോളുടെ കയ്യിൽ നിന്നും ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് അനീഷ് തയ്യാറാവത്തില്ലായിരുന്നല്ലോ. അപ്പൊ അവർ തമ്മിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് കഴിഞ്ഞു, അതോടുകൂടി അവസാനിച്ചു, സംഭവ വികാസങ്ങളെല്ലാം അതോടുകൂടി തീർന്നു. പിന്നെ ചിലരുടെയൊക്കെ മൈൻഡിൽ കാണും. കാരണം ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അനുമോള് ബിഗ് ബോസിൽ വിന്നറായി മാറിയിരിക്കുന്നു. അനുമോക്ക് അത് വിജയിക്കാൻ അർഹതയുണ്ട് എന്നും അതോടൊപ്പം തന്നെ അനുമോക്ക് അത് കിട്ടാനായിട്ട് കപ്പ് കിട്ടാനായിട്ട് അർഹതയില്ല എന്നും പറയുന്ന രണ്ട് വിഭാഗം പേര് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ആ ഒരു രീതിയിൽ എടുക്കാം. അത് ആ ഒരു ഷോ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇനിയിപ്പോൾ അടുത്ത സീസണുകൾ വരാൻ പോവുകയാണ്, അതിലോട്ട് കാര്യങ്ങളൊക്കെ തന്നെ പോകും. അപ്പോൾ അനുമോളുടെ കാര്യമായാലും അനീഷിന്റെ കാര്യമായാലും ഒക്കെ തന്നെ ഒരു സൈഡിലോട്ട് ഒതുങ്ങുമെന്ന കാര്യം സംശയം. അതുവരെയൊക്കെ ഉള്ളൂ ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ. പക്ഷെ എന്തായാലും അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ ഉണ്ടാക്കിയെടുത്തൊരു ഓളം ചെറുതല്ല. അത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്ന ഒരു BB വിന്നർ ആയി മാറിയ അനുമോൾ എന്ന് പറയുന്ന BB പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു തരത്തിൽ ജനങ്ങൾക്ക് അത്രത്തോളം അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയേക്കാളിലും വളരെ വലിയ രീതിയിലായിരുന്നു ഒരു കോമണർ ആയിട്ടുള്ള ഈ പറയുന്ന അനീഷ് ഉണ്ടാക്കിയ ഒരു തരംഗം എന്ന് പറയുന്നത്. കാരണം ഒരു കോമണർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അയാൾ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത്. അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് തന്നെ ആയിരിക്കണം ഈ ഒരു തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ അനീഷിന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഒരു കോമണർ വന്ന് ബാക്കിയുള്ളവരെയൊക്കെ സൈഡാക്കിക്കൊണ്ട് ഒരു നേട്ടം കൊയ്യുക അല്ലെങ്കിൽ ഇത്ര പേരുടെ സപ്പോർട്ട് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് പബ്ലിക്കിന് മുന്നിൽ അതുവരെയും പ്രത്യേകിച്ചൊന്നും തന്നെ അറിയാത്ത ഒരു വ്യക്തി വന്ന് ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രത്തോളം ഒരു നേട്ടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനൊക്കെ തന്നെയുള്ള ഒരു അംഗീകാരം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴും ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അനുമോക്ക് ഈ പറയുന്ന രീതിയിൽ BP എങ്ങനെയായാലും അനുമോൾ ഇനി കളിച്ച് നേടിയതായാലും PR വർക്കിന്റെ ബലത്തിൽ നേടിയതായാലും എങ്ങനെയായാലും അനുമോക്ക് കപ്പ് കിട്ടി, അത് അനുമോൾ കൊണ്ടുപോട്ടെ. ഈ പറയുന്ന രീതിയിൽ അനീഷിന് അല്ലാത്ത രീതിയിലുള്ള അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് അനുമോക്കും കിട്ടും, അനീഷിനും കിട്ടും. പക്ഷെ ഇവരുടെ ഫാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ചുരുക്കം ചിലരെങ്കിലും ഇപ്പോഴും ഉണ്ടായിരിക്കും ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും. അവർ ഈ പറയുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുരു പൊട്ടിച്ച് വെറുതെ നാറ്റക്കേസാക്കാതിരിക്കുക. അവരവരുടെ പാട് നോക്കി മുന്നോട്ട് പോട്ടെ. നല്ല രീതിയിൽ അവർക്ക് കിട്ടുന്ന പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. വെറുതെ അവരെ പിറകിൽ നിന്ന് കടന്ന് അല്ലെങ്കിൽ വെറുതെ ഈ ചൊറിഞ്ഞ് പണി ഉണ്ടാക്കുക. അവരുടെ നല്ല കാര്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ പറയുക, സംസാരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഈ വെറുതെ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ് ഇങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ് വെറുതെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് ഇനിയെങ്കിലും. കാരണം ഷോയൊക്കെ അവസാനിച്ച് കഴിഞ്ഞു, ഇപ്പോൾ കുറേ മാസങ്ങളായി. ഇനിയിപ്പോൾ അടുത്ത ഷോ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആവും. ഈ ഒരു കാര്യം ഒരു സൈഡിലോട്ട് ഒതുക്കി നിർത്താം.
വെറുതെ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് അയ്യോ അനീഷ് അങ്ങനെ പറഞ്ഞല്ലോ, അനീഷ് അനുമോളെ അപമാനിച്ചു, അനീഷ് അങ്ങനെ ചെയ്തു, അനീഷിനെ കുറിച്ച് അത് പറഞ്ഞു, അനുമോൾ അനീഷിനെ കെട്ടുമോ, അനീഷ് അനുമോളുമായിട്ട് എന്താണ് വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ചോദിച്ചും പറഞ്ഞുമൊക്കെ നടക്കാതെ അവരവരുടെ പാർട്ട്ണർ അവരുടെ കാര്യം നോക്കി നടക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ദയവ് ചെയ്ത്. അല്ലാതെ ഇനിയും ഇതിന്റെ പേരിലൊക്കെ ഈ പറയുന്ന രീതി അനുമോളെ ചൊറിഞ്ഞുകൊണ്ടും അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ നടക്കാനാണെങ്കിൽ അതിനെന്തോ ഒരു പ്രത്യേകതരം സൈക്കോ മെന്റാലിറ്റി ഉള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക.